السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. بسم الله وبالله وعلى الله فليتوكل المؤمنون. اللهم اجعل كيدهم في نهورهم واكفنا شرورهم. حسبي الله وكفى سمع الله لمن دعا ليس وراء الله منتهى. حسبنا الله ونعم الوكيل. أما بعد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാണ് നമ്മളെല്ലാവരും. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഉമ്മത്തികളിലെ അവസാനത്തെ ഉമ്മത്തികളാണ് നമ്മൾ. 1,24,000 അമ്പിയാക്കളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചതിൽ ഏറ്റവും ഭാഗ്യമുള്ള ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ വഹല്ലി ഫിദ്ദുന്യാ ഇയ്യാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതും നിങ്ങൾ എൻ്റെ ഉമ്മത്തായതുമാകുന്നു. ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെയാണ്. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നാദ്യമായി തീരുമാനിക്കപ്പെടുന്നതും നമ്മളെയാണ്. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനാകുന്നു. എന്തോട് നോക്കിയാലും നമ്മൾ വലിയ ആൾക്കാരാണ്. 120 വരി സ്വർഗത്തിലേക്കുണ്ടായിരിക്കും. അതിൽ 90 വരിയും എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 120 വരി, 120 കൂട്ടം എന്നും പറയാം. 120 കൂട്ടം ആളുകളാണ് സ്വർഗത്തേക്കുള്ളത്. 30 കൊണ്ട് 1,23,099 ആൾക്കാരും ഓരിയക്കണം. 90 വരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കും. അപ്പോൾ സ്വർഗത്തിൽ കൂടുതൽ ഉണ്ടാകുകയും നമ്മളാണ്. എന്തുകൊണ്ട് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്? ചെയ്യുന്ന അമലുകൾക്ക് കൂടുതൽ കൂലി കിട്ടുന്നതും ഞമ്മക്കാണ്. മറ്റുള്ള അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ 1 കൂലി കിട്ടുള്ളൂ. ഞമ്മക്ക് ഒരു നിസ്കാരത്തിന് 10 കൂലി കിട്ടും. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ. ഏത് നന്മയും 10 ഇരട്ടി കൊണ്ടാണ് കൂലി നൽകപ്പെടുക. ചിലതിന് 10ന്റെ മേലെ പോകും. ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 24 ഇരട്ടി കിട്ടും. തലമറച്ച് നിസ്കരിച്ചാൽ 25 ഇരട്ടി വേറെയും കിട്ടും. രണ്ടും കൂടി ആയാൽ 49 ഇരട്ടിയായി. അത് ജുമുഅ ആണെങ്കിൽ ജുമുഅ തലമറച്ച് നിസ്കരിച്ചാൽ 70 ഇരട്ടി വേറെയുണ്ട്. അപ്പോൾ അതിനെവിടെ എത്തി? എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആൾക്കാർ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ 1 കൂലി കിട്ടുള്ളൂ, 10 കിട്ടൂല. അപ്പോൾ കൂടുതൽ കൂലി നൽകപ്പെടുന്ന വിഭാഗവും നമ്മളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താകുന്നു. നമ്മളെ മദ്രസൻ്റെ 100-ാം വാർഷികമാണ്, മഹല്ലിൻ്റെ 100-ാം വാർഷികമാണ്. സമൂഹത്തിന് എന്തെല്ലാം വിഷയങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ഒരു സംവിധാനമാണ് മഹല്ല് സംവിധാനം. അത് പഴയ കാലം മുതലേ അങ്ങനെയാണ്.
നമ്മളെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ആൾക്കാർ വർത്താനം പറഞ്ഞ് തമ്മ് തെറ്റിയാലേ ഒരാൾ മറ്റേ ആളോട് പോയി പറയും, ഇജ്ജ് പള്ളിയിൽ പോയി പറഞ്ഞാടാറി. രണ്ട് വിഭാഗക്കാരിലാണ് പള്ളിയിൽ പോയി പറയാന്ന് പറഞ്ഞ പരിപാടി ഉള്ളത്. ഒന്ന് ക്രിസ്ത്യാനികളിലും ഉണ്ട്, പിന്നെ ഒന്ന് നമ്മളിലും ഉണ്ട്. മാപ്പിളാരിലും ഉണ്ട്, ക്രിസ്ത്യാനികളിലും ഉണ്ട് പള്ളിയിൽ പോയി പറയണ സംവിധാനം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലും അങ്ങനെയാണ്, കേരളത്തിലും അങ്ങനെയാണ്, അമേരിക്കയിലും അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയതിന് ശേഷം ആദ്യമായി ചെയ്തത് പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ കാര്യങ്ങളായിരുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ലോകത്തെ എല്ലായിടത്തും ഇസ്ലാം, മുസ്ലിങ്ങൾ, ദീന് നിലനിന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പഴയ പള്ളികൾ നോക്കിയാൽ, ഇപ്പം നമ്മൾ പൊളിച്ചു നേരാക്കണതിൻ്റെ മുന്നുള്ള പള്ളികളൊക്കെ പരിശോധിച്ചാൽ രണ്ട് പള്ളി ഉണ്ടാവും. ഒരു ഔത്തപ്പള്ളി ഉണ്ടാവും, ഒരു പുറത്തപ്പള്ളി ഉണ്ടാവും. ഔത്തപ്പള്ളിയിൽ മിഹ്റാബ് ഉണ്ടാവും, മിമ്പർ ഉണ്ടാവും. പുറത്തപ്പള്ളിയിൽ മേലേക്ക് കോണി ഉണ്ടാവും. മൂന്ന് ഭാഗത്തും താഴ്വരയുണ്ടാകും. ചില പള്ളിക്ക് മുന്നിലും താഴ്വര ഉണ്ടാവും. വിശാലമായ പള്ളിപ്പറമ്പുണ്ടാവും, പള്ളിക്കുളം ഉണ്ടാവും. ഇതൊക്കെ പഴയ പള്ളികൾക്ക് ഉണ്ടാവുന്ന ഒരു രീതിയാണ്. ഇവിടുത്തെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. പഴയ പള്ളികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. വിശാലമായ പള്ളിപ്പറമ്പ്, പള്ളിക്കുളം, മൂന്ന് വശം അല്ലെങ്കിൽ ഫ്രണ്ടിലും കൂടി 4 ഭാഗം താഴ്വരയുള്ള പള്ളി. പ്രധാന പള്ളി 2 ഉണ്ടാവും. ഒന്ന് ഔത്തപ്പള്ളി ഉണ്ടാവും, ഒന്ന് പുറത്തപ്പള്ളി ഉണ്ടാവും. ഇങ്ങനെയാണ് പഴയ പള്ളികളൊക്കെ ഉണ്ടാകുക. ചുറ്റുഭാഗത്തും വാതിലുകൾ ഉണ്ടാവും, ചെറുതും വലുതുമായ ഒരുപാട് വാതിലുകൾ. ഇങ്ങനെയൊക്കെയാണ് പഴയ പള്ളി. കയറി ചെല്ലണ ഭാഗത്ത് പഴയ തറവാട് വീടുകൾക്കൊക്കെ ഉള്ളത് പോലത്തെ ചാരുപടി ഉണ്ടാവും. മരം കൊണ്ടുണ്ടാക്കിയ ചാരുപടി ഉണ്ടാവും. അസറംസ്കാരം കഴിഞ്ഞിട്ട് കാരണന്മാർ പുറത്തിറങ്ങിയിട്ട് തൂണുമ്മ ചാരിയിട്ട് ചാരുപടിമ കാലും നീട്ടിയിട്ട് ഒന്നിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ വരും. ജ്യേഷ്ഠനും അനുജനും മുതലൊരിച്ചപ്പോൾ തെറ്റിയത്, ബാപ്പിയും മക്കളും കൂടി മുണ്ടായിട്ട്, മോള് കെട്ടിച്ചോടത്തേക്ക് പോകാത്തത്, മരുവോള് വിളിച്ചിട്ട് വരാത്തത്, ഇതൊക്കെ വരും. വിഷയങ്ങൾ ഇങ്ങനെ പറയും. കാരണന്മാർ കേൾക്കും സംഗതികളൊക്കെ. ജ്യേഷ്ഠനും അഞ്ചനും തെറ്റിയതാണ്. അഞ്ചൻ വന്നിട്ടാണ് കേസ് പറഞ്ഞയച്ചാൽ പിറ്റേന്ന് അസർക്ക് ജ്യേഷ്ഠനോടും കൂടി വരാൻ പറയും കാരണന്മാർ. അങ്ങനെ നിക്കാരം കഴിഞ്ഞതിന് ശേഷം ഓര് തമ്മിലൊന്ന് ചർച്ച ചെയ്യും. ഏകദേശം ഒരു തീരുമാനം എത്തിയാൽ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ഖത്തീബ് അല്ലെങ്കിൽ ഖാദിയര് തീരുമാനം പ്രഖ്യാപിക്കും. അൽ ഫാത്തിഹ എന്ന് പറയും, ദോരക്കും സന്തോഷകരമായി ഓല് പോകും. ഇതിനെയാണ് പള്ളി പോയി പറയാ എന്ന് പറയണത്. 1920കളിൽ വരെ അങ്ങാടിയത്തെ പ്രശ്നം പള്ളിക്ക് തീർക്കലായിരുന്നു പതിവ്. 1920കൾക്ക് ശേഷം പള്ളിക്കത്തെ പ്രശ്നം അങ്ങാടി നിന്നാണ് തീർക്കൽ. എനിക്ക് ഈ നാടിനെ പറ്റിയിട്ട് അറിയില്ല. ഞാൻ അതിൽ കൂടെ വണ്ടിയിൽ പോയിട്ടുണ്ട് എന്നുള്ള ചോദിച്ചാൽ എല്ലായിടത്തും അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് പറയാണ്. എല്ലായിടത്തും അങ്ങനെ ആകുമ്പോൾ നമ്മളെ നാട് മാത്രമേ ഇന്ന് ഒഴിവാകില്ലല്ലോ. 1920 മുമ്പ് അങ്ങാടിയിൽ രണ്ടാൾക്കാർ തല്ലുകൂടിയാൽ പള്ളിക്കെന്നാണ് തീർക്കൽ. 1920ൻ്റെ ശേഷം പള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങാടിയിൽ നിന്നാണ് തീർക്കുക. പള്ളിയിൽ എന്തെങ്കിലും നിസ്സാര കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരിക്കലും പള്ളിക്കൊന്നും തീർക്കണില്ല, അങ്ങാടിയിൽ നിന്നാണ്. ഇങ്ങനെ മാറി. 20കൾക്ക് ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത്. 1920 മുമ്പ് മുസ്ലിം സമൂഹത്തിന് അങ്ങാടിയിൽ ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല. 1920 ശേഷമാണ് മുസ്ലിം സമൂഹത്തിന് അങ്ങാടിയിൽ ആദ്യമായി ഓഫീസുകൾ വരുന്നത്. അതിൻ്റെ മുമ്പ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഓഫീസ് പള്ളിയായിരുന്നു. ഞാനിന്ന് പള്ളിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാമെന്ന് തീരുമാനിച്ചത്, എൻ്റെ ഇന്നത്തെ ഈ സെഷന് പേര് വെച്ചത് മഹല്ല് സംഗമം എന്നാണ്. ആണുങ്ങളും അറിഞ്ഞിരുന്നോളി, പെണ്ണുങ്ങളും അറിഞ്ഞിരുന്നോളി. പണ്ടെങ്ങനെയാണ്, ഇന്നെങ്ങനെയാണ്. എന്തിനാ അത് പറയണത്? ഇനി എങ്ങനെ ആകേണ്ടത് തീരുമാനിക്കണമെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് പറയണല്ലോ.